തിരുവനന്തപുരം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പ്രതികളെ പിടികൂടാതെ പോലീസ്. നാളിതുവരെയായിട്ടും പ്രതികൾക്കായി ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘം. അതേസമയം കേസിൽ ചാർജ് ഷീറ്റ് പോലും ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല. വിനീഷ് ചേരുന്നു. വിനീഷ്, വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ ഇതുവരെ ചാർജ് ഷീറ്റ് പോലും പോലീസിന് നൽകാനായിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതികളെ പിടികൂടാനും കഴിഞ്ഞിട്ടില്ല. വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചതായിരുന്നു. ഒരു പറ്റം ആളുകളായിരുന്നു അന്ന് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത്. പക്ഷേ ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നാണ് പോലീസ് ഭാഷ്യം. നിലവിലെ സാഹചര്യത്തിൽ പ്രതികളെ പോലീസും ഭരണകൂടവും സർക്കാരും സംരക്ഷിക്കുന്നു എന്നതാണ് ഉയരുന്ന ആക്ഷേപം. പ്രധാനമായും 2022 നവംബർ 7-ാം തീയതിയാണ് ഒരു കൂട്ടം വിഴിഞ്ഞം തുറമുഖ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 65ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് കത്തിക്കുന്നത് വരെയുള്ള സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ കലാപപൂർണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച കേസിലാണ് പോലീസ് ഒരു പ്രതിയെ പോലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടില്ല, കസ്റ്റഡിയിലെടുത്തിട്ടില്ല. ഇതുമായുള്ള അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോകാതെ പോലീസ് ഇപ്പോഴും ഇഴയുന്നത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ബന്ധമാണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് സംസ്ഥാനത്ത് പോലീസ് കളിക്കുന്നത്. CPM-ന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ എന്ന ആക്ഷേപമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. പ്രത്യേകിച്ച് 1.5 വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം നടന്ന്. 1.5 വർഷം പിന്നിട്ടിട്ടും ഒരു പ്രതിയെ പോലും പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്ന ആക്ഷേപമാണ് വിവിധ കോണുകളിൽ നിന്ന് ഇപ്പോഴും ഉയരുന്നത്. പ്രത്യേകിച്ച് ചാർജ് ഷീറ്റ് പോലും കോടതിയിൽ നൽകാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ചാർജ് ഷീറ്റ് നൽകിയാൽ പ്രതികൾ ഒളിവിലാണെന്ന് കാണിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യം പോലും മറച്ചു വയ്ക്കാനാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് 65 പോലീസുകാരെ അതിക്രൂരമായി മർദ്ദിച്ചു. നിരവധി പോലീസുകാർക്ക് വലിയ രീതിയിലുള്ള ആക്രമണത്തിന് നിരവധി പോലീസുകാർ ഇരയാകേണ്ട സാഹചര്യമുണ്ടായി. ഇങ്ങനെ 3000-ലധികം പേർക്കെതിരെ, കണ്ടാലറിയാവുന്ന 3000-ലധികം പേർക്കെതിരെയായിരുന്നു പോലീസ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രത്യേകിച്ച് ലത്തീൻ സഭയുടെ കീഴിലുള്ള നിരവധി വൈദികർക്കെതിരെയും ഒപ്പം തന്നെ അവിടെയുള്ള പള്ളി കമ്മിറ്റിക്കാർക്കെതിരെയും നിരവധി അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്കെതിരെയായിരുന്നു പോലീസ് കേസ് ചാർജ് ചെയ്തിരുന്നത്. പക്ഷേ ആ കേസിലാണ് പോലീസ് ഒരു പ്രതിയെ പോലും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനു പിന്നിൽ വലിയ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനോ അത്തരം നീക്കങ്ങളിലേക്കോ പിണറായി സർക്കാർ പോയിരുന്നില്ല. പ്രത്യേകിച്ച് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ നിരവധി കേസുകളുണ്ട്. ഈ വിഴിഞ്ഞം തുറമുഖ സമരം നടക്കുന്ന സമയത്ത്, വിഴിഞ്ഞ തുറമുഖ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഈ സമരം നടക്കുന്ന സമയത്ത് സമീപ പ്രദേശത്തെ വീടുകൾ ഒരു കൂട്ടം ജനങ്ങൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സംഭവത്തിലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും നടപടിയിലേക്ക് പോലീസ് ഇതുവരെയും പോയിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ സംരക്ഷണമാണ് ഈ പ്രതികൾക്ക് ലഭിക്കുന്നത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ശരി വിനീഷ്, ദയവായി തുടരുക. വിനീഷിലേക്ക് എത്താം. ഇപ്പോൾ വിഴിഞ്ഞം ജനകീയ കൂട്ടായ്മ ജനറൽ കൺവീനർ ഗോപൻ വെങ്ങാനൂർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഗോപൻ വെങ്ങാനൂർ, വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന് നാളിതുവരെയായിട്ടും പ്രതികളെ പിടികൂടുകയോ ചാർജ് ഷീറ്റ് പോലും നൽകാൻ തയ്യാറാകാതെയോ നിൽക്കുകയാണ് പോലീസ്. പ്രതികളെ പിടികൂടാതെ ഇരുട്ടിൽ തപ്പുന്നു എന്ന് പറയുമ്പോഴും ഇതിൽ ചില രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട്, രാഷ്ട്രീയ ഇടപെടലുകളുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുവോ? അതായത് വിഴിഞ്ഞം തുറമുഖത്തിന് എതിരായിട്ട് ഈ തുറമുഖം ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് വലിയ ഒരു കലാപമാണ് പാതിരിമാരുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞത്ത് അരങ്ങേറിയത്. തുറമുഖത്തിന്റെ അകത്ത് മുഴുവൻ തന്നെ കലാപം നടത്തി ധാരാളം നാശനഷ്ടങ്ങൾ വരുത്തിയുണ്ടായി. അതിനോടൊപ്പം തന്നെ ഈ ഭൂമിയും വീടും ജോലിയും എല്ലാം നഷ്ടപ്പെടുത്തിയ വലിയൊരു ജനതയുടെ വീടുകൾ അടിച്ചു തീർക്കുകയുണ്ടായി. നിരവധി നാട്ടുകാർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയുണ്ടായി. എന്നിട്ട് ഈ ചില ആൾക്കാരെ അന്ന് അറസ്റ്റ് ചെയ്യുകയും, പക്ഷെ അത് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള പേരിൽ ഈ ലത്തീൻ പാതിരിമാരുടെ നേതൃത്വത്തിൽ 3000-ഓളം വരുന്ന ആളുകളാണ് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ വളഞ്ഞതും അത് ജീപ്പുകൾ കത്തിക്കുക. 65 പോലീസുകാർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റിട്ടുള്ളത്. നിരവധി പോലീസുകാർക്ക്
വളരെ ക്രൂരമായിട്ട് മർദ്ദനമേറ്റു, പോലീസ് ജീപ്പുകൾ കത്തിച്ചു, പാതിരിമാരുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഇത് കേരളത്തിൽ ആദ്യമാണ് എങ്കിൽ പോലും ജമ്മു കാശ്മീരിൽ മാത്രമാണ് തീവ്രവാദികൾ നടത്തിയതിന് തുല്യമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഈ തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ളത്. പക്ഷെ അവർക്ക് മതത്തിന്റെ പേരിൽ പരിഗണന നൽകിക്കൊണ്ട് ഇതുവരെ ഈ അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ശ്രീ ഗോപൻ വെങ്ങാനൂർ, നമുക്കറിയാം അന്ന് കലാപകലുഷിതമായിരുന്നു അന്തരീക്ഷം. എണ്ണിയാൽ തീരാത്ത അത്രയും ആക്രമണകാരികളായിട്ടാണ് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ വളയുന്നതും പോലീസുകാരെ ഉൾപ്പെടെ ആക്രമിക്കുന്നതും. അവിടെ മാധ്യമപ്രവർത്തകരടക്കം ഉണ്ടായിരുന്നു. ധാരാളം ദൃശ്യങ്ങൾ അന്ന് പകർത്തിയിരുന്നു. ആളുകളെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഈ തെളിവുകളൊക്കെ തന്നെ അടിസ്ഥാനമാക്കി പോലീസിന് ശേഖരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെയെല്ലാം പോലീസ് തന്റെ നിഷ്ക്രിയത്വം കാണിക്കുകയാണ്. അതായത് പോലീസ് ഒരാളിനെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് കേരളത്തിലാണ് നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ സംഘടിതമായിട്ടുള്ള ഈ വിഭാഗത്തിന്റെ വോട്ട് LDF സർക്കാരിന് ലഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇവർ നടപടിയെടുക്കാത്തത്. അതേപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷം പൂർണ്ണമായിട്ടും ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ്. അങ്ങനെ വലത് ഇടത് മുന്നണികൾ ഈ വിഭാഗങ്ങളെ സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ആക്രമണം, അതായത് പോലീസ് സേനയെ ആക്രമിച്ചിട്ട്, സേനാംഗങ്ങളെ ആക്രമിച്ചിട്ട് ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതില് ഞങ്ങൾ നാട്ടുകാർ കാണുന്നത് ഇത് ആ കലാപ സമയത്ത് കേന്ദ്ര ഏജൻസികൾ ഇടപെട്ടിരുന്നു. ഈ കലാപത്തിന്റെ പിന്നിലുള്ള ഗൂഢാലോചന, തീവ്രവാദ ശക്തികളുടെ ബന്ധം, ഈ ഡൽഹി കർഷക സമരത്തിലെ നേതാക്കന്മാർ ഇവിടെ വന്നത്, വിദേശ ഫണ്ട് ഈ അക്രമകാരികൾക്ക് ലഭിച്ചത്, ഇതെല്ലാം തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതില് നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടൽ മാത്രമേ ഈ കലാപകാരികൾക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ കഴിയൂ. ഇപ്പോൾ വീണ്ടും അവർ സമരവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടം അതിന്റെ പാരിസ്ഥിതിക വിഷയങ്ങൾ ഹിയറിംഗ് വയ്ക്കുന്നത് നിർത്തിവെക്കണം. അതായത് തുറമുഖത്തിന്റെ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ തീരദേശവാസികളെ ഇളക്കിവിട്ട് കലാപം അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് അന്നത്തെ ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു ഇടവക വികാരിയുടെ നേതൃത്വത്തിലാണ് വീണ്ടും സെക്രട്ടേറിയറ്റ് സമരം ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഈ കലാപത്തിന് മുഴുവൻ തന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ള അദ്ദേഹമാണ്. എന്നിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ വേണ്ടി എന്തിന്റെ പേരില്ല? മതത്തിന്റെ പേരില്ല. അപ്പോൾ ഞങ്ങൾ നാട്ടുകാർക്ക് സംശയമുള്ളത്, മതത്തിന്റെ പേരിൽ അക്രമം നടത്തിയാൽ, തീവ്രവാദ കലാപം നടത്തിയാൽ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ ജനാധിപത്യ ഭരണകൂടം, വിശേഷിച്ചും ഇടതുപക്ഷ സർക്കാർ ഞങ്ങളിലില്ല എല്ലാവരെയും ഒന്നായിട്ട് കാണുന്നു എന്ന് പറയുന്ന ആൾക്കാർ ഞങ്ങളുടെ വീടുകൾ അടിച്ചു തകർത്തിട്ട്, ഞങ്ങളുടെ സഹോദരന്മാരെ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട്, അതേപോലെ നമ്മുടെ പോലീസ് സഹോദരന്മാരെ മർദ്ദിച്ചിട്ട് എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല? ഇത് പറയേണ്ടത് തീർച്ചയായിട്ടും സർക്കാരാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേന്ദ്ര ഏജൻസികൾ ഇത് ഇടപെട്ടില്ല എന്നുണ്ട് എങ്കിൽ ഈ വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന്റെ കവാടമാണ്. ഈ തുറമുഖത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര ഗൂഢാലോചന, ചൈനയുടെയും സിംഗപ്പൂരിന്റെയും കൊളംബോയുടെയും ദുബായിന്റെയും എല്ലാം പോർട്ടിന്റെ ബിനാമികളാണ്, അല്ലെങ്കിൽ അവരുടെ ഒത്താശയോട് കൂടിയിട്ടുള്ള ഈ മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലാണ് വീണ്ടും ഒരു കലാപത്തിന് കോപ്പ് കൂട്ടുന്നത്. ഇത് സർക്കാർ ഗൗരവമായിട്ടെടുക്കണം. അതേപോലെ തന്നെ അവിടെ പുറമ്പോക്കിലിരിക്കുന്ന ഒരു ചെറിയ സംഗതിക്ക് വേണ്ടിയിട്ട് 1.5 ഏക്കർ വസ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തയ്യാറായി. അതിന് നാട്ടുകാർ ഞങ്ങൾ ശക്തമായിട്ട് എതിർത്തു. ഇങ്ങനെ കലാപം നടത്തുന്ന ആൾക്കാർക്ക് എല്ലാവിധമായിട്ടുള്ള ഒത്താശയും ഈ ഭരണകൂടം ചെയ്യുമ്പോൾ ഞങ്ങൾ നാട്ടുകാര് ഇപ്പോൾ 80 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നതിന് ഈ നാട്ടുകാരാണ് ഭൂമി വിട്ടുകൊടുത്തിട്ടുള്ളത്. 300 ഏക്കർ ഭൂമി വിട്ടുകൊടുത്തിട്ടുള്ള ഈ നാട്ടുകാരാണ്. ഞങ്ങളുടെ കാർഷിക ഇടങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾ തുറമുഖത്തിന് വേണ്ടി കൊടുത്തിരിക്കുക. ഇനിയും 1000 ഏക്കർ ഭൂമി ഈ വിഴിഞ്ഞത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ലോജിസ്റ്റിക് പാർക്കിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ഞങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ ഇതിൽ യാതൊരു വിധമായിട്ടുള്ള നഷ്ടവും സംഭവിക്കാത്തവർ പാരിസ്ഥിതിക പ്രശ്നത്തിന്റെ പേരിൽ, അതായത് അത് ആരോപിച്ചുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പാരിസ്ഥിതികമായിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും
കേന്ദ്ര സർക്കാരും അന്താരാഷ്ട്ര ഏജൻസികളും പറയുന്നതിനനുസരിച്ചിട്ടുള്ള സുരക്ഷ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോ അന്താരാഷ്ട്ര പാരിസ്ഥിതിക ശാസ്ത്രജ്ഞന്മാരെക്കാൾ വലിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരാണ് ഈ സ്കൂളിൽ പോയി പഠിച്ചിട്ട് വരുന്ന ഈ പാതിരിമാരെന്ന് പറഞ്ഞാല് നാട്ടുകാർ, ഈ സാക്ഷര കേരളത്തിന്, ഞങ്ങൾ നാട്ടുകാർക്ക് അപമാനമാണ് ഈ രീതിയിൽ കേരള സർക്കാർ. അതെ, തീർച്ചയായും ഒരു വിഭാഗം മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. വളരെ നന്ദി ശ്രീ ഗോപൻ വെങ്ങാനൂർ പ്രതികരിച്ചതിന്. വിനീഷിലേക്ക് പോവുകയാണ്. വിനീഷ്, അന്നുണ്ടായത് ഗുരുതരമായ ക്രമസമാധാന തകർച്ചയാണ്. ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് മുന്നേ തന്നെ തിരുവനന്തപുരം നഗരത്തെ തന്നെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിൽ ഇവരുടെ സമരം അരങ്ങേറിയതാണ്. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതിനുശേഷമാണ് പിന്നീട് പോലീസ് സ്റ്റേഷൻ ആക്രമണം നടക്കുന്നത്. എന്തായാലും ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും പുരോഗതിയും ഇല്ലാത്തത് തികച്ചും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അനുമാനം. അത് സാധൂകരിക്കുന്നത് തന്നെയാണോ ഇത്തരത്തിൽ പോലീസിന്റെ യാതൊരു തുടർ നടപടികളും ഉണ്ടാകാത്തതിന് പിന്നിലും? തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും നമുക്കറിയാം, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ അത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടപെടൽ ഈ കേസുകളിൽ നടന്നു. അദ്ദേഹം അത് വ്യക്തമാക്കിയതും ഇത്തരത്തിലാണ്. സർക്കാർ തലത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അന്ന് ഇത്തരത്തിൽ പരമായ നീക്കം നടത്തിയ വ്യക്തികൾക്കെതിരായ ചില കേസുകൾ, പ്രത്യേകിച്ച് റോഡ് തടയുക, അത്തരത്തിലുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമല്ലാതെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ ജാമ്യം ലഭിക്കുന്ന കേസുകൾ ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എഴുതിത്തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ പോലീസ് സേനയിലെ തന്നെ 65-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ അതിക്രൂരമായി ആക്രമിച്ച കേസിൽ കൃത്യമായ ഒരു നടപടിയിലേക്ക് പിണറായി സർക്കാർ കടക്കാതിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് അത്തരത്തിൽ എഴുതിത്തള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ കേസിനെ ഏറ്റവും താഴേക്ക് എത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 65 പോലീസ് ഉദ്യോഗസ്ഥരെ, സേനാ അംഗങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സംഭവത്തിൽ, പോലീസ് സ്റ്റേഷന്റെ ജീപ്പ് തകർത്ത സംഭവത്തിൽ ഒരു ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. 2022 നവംബർ 27-ാം തീയതിയാണ് ഇത്തരത്തിലുള്ള കലാപപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖ സമരസമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെയാണ് ഇപ്പോൾ ജനങ്ങൾ, സമീപവാസികളായ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്, സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയമാണ് ഇതിന് പിന്നിൽ എന്ന നിലപാടാണ് സമീപ പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും കേസ് അന്വേഷണം സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ അട്ടിമറിക്കുന്നു, ഒരു പ്രതികളെ പോലും പിടികൂടാതെ. ശരി, വിനീഷ് തുടരുക. ഞാൻ വിനീഷിലേക്ക് എത്താം. ഇപ്പോൾ RTD ഹൈഡ്രോഗ്രാഫർ പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ശ്രീ സതീഷ് ഗോപി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സതീഷ് ഗോപി, വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിലെ കലാപം നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. വലിയ രീതിയിലുള്ള ക്രമസമാധാന തകർച്ചയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായത്. വളരെ ഗുരുതരമായ ക്രമസമാധാന ലംഘനമായിരുന്നു വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ഉണ്ടായത്. ഏകദേശം 100 കണക്കിന് ആളുകൾ ഒരുമിച്ച് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ഒത്തുകൂടുകയും ആക്രമിക്കുകയും പോലീസുകാരെ അടക്കം അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം. അതിനുശേഷം പോലീസിന്റെ ഒരു വാഹനം കത്തിക്കുന്നു. വലിയ രീതിയിലുള്ള ക്രമസമാധാന തകർച്ചയാണ് ഉണ്ടാകുന്നത്. പക്ഷേ നാളിതുവരെ ആയിട്ടും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സർക്കാരും കാര്യക്ഷമമായി ഇടപെടുന്നില്ല. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. താങ്കളുടെ കാഴ്ചപ്പാട്? നമ്മുടെ സംസ്ഥാനത്തിന്റെ, ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഏകദേശം പണികൾ പൂർത്തിയാക്കി അതിന്റെ 1-ാം ഘട്ടം ഉടനെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരുന്നു. ഇതിനെതിരെ ഒരു സംഘം വളരെ ആലോചിച്ച് ഈ പദ്ധതിക്ക് തുരങ്കം വെക്കാൻ വേണ്ടിയിട്ട് നടന്നു എന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ എല്ലാ രേഖകളും ഉണ്ട്. അത് 2022-ലാണ്. അന്ന് ഈ പറയുന്നത് പോലെ ക്രമസമാധാന നില തകർന്നു, പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്നു, ഒത്തിരി
സാമൂഹ്യ വിരുദ്ധ ശക്തികൾ അഴിഞ്ഞാടിയ ഒരു സമരമായിരുന്നു അത് എന്തിനായിരുന്നു? അന്ന് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയെ പരിസ്ഥിതിയുടെ ആഘാതം ഈ തുറമുഖം വരുന്നത് കൊണ്ടുള്ള പരിസ്ഥിതിയുടെ ആഘാതം പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കണം. അവരുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഈ തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിക്കാവൂ എന്നുള്ള രീതിയിലാണ് അന്ന് ഇതിനെതിരെ ഗൂഢമായ ഒരു സമരം നടന്നത്. ആ സമരം നടക്കുന്ന സമയത്ത് പിന്നീട് ഗവൺമെന്റ് ശക്തമായ സ്റ്റാൻഡ് എടുത്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ അതിനെ ഓവർകം ചെയ്തുകൊണ്ട്, അതിനെ മറികടന്നുകൊണ്ട്, ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ സമരത്തെ ചെറുത്തു നിർത്തിക്കൊണ്ട് വീണ്ടും തുറമുഖത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. ഇപ്പോ ഈ ആൾക്കാർ പറഞ്ഞതുപോലെ, അന്നത്തെ ഈ വിഴിഞ്ഞം പോർട്ടിനെതിരായിട്ട് സമരം ചെയ്ത ആൾക്കാർ പറഞ്ഞതുപോലെ, വിഴിഞ്ഞം പദ്ധതി വരുന്നത് കൊണ്ട് ഇവിടെ ഒരുവിധ പാരിസ്ഥിതിക ആഘാതവും നടക്കുന്നില്ല എന്നുള്ളത് ശാസ്ത്ര ഗവേഷണങ്ങളുടെ, സയൻസിന്റെ, ഓഷൻ ടെക്നോളജിയുടെ വെളിച്ചത്തിൽ ഇതെല്ലാം തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം നടക്കുന്ന പദ്ധതി പ്രദേശത്ത് നിന്ന് 13-15 കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന വലിയതുറ, ശംഖുമുഖം തുടങ്ങിയ വടക്കൻ തീരങ്ങളിൽ തുറമുഖ നിർമ്മാണം കൊണ്ട് വൻതോതിൽ തീരശോഷണം നടക്കുന്നു എന്നുള്ള വാദഗതികൾ നിരത്തിക്കൊണ്ടാണ് അന്ന് സമരം നടന്നത്. എന്നാൽ ശാസ്ത്രീയമായും വസ്തുതാപരമായും പരിശോധിച്ചാൽ ഈ വാദങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും ആർക്ക് വേണമെങ്കിലും പരിശോധിച്ചാൽ വ്യക്തമാവും. ഇത്തരത്തിലുള്ള വാദങ്ങൾ യഥാർത്ഥത്തിൽ പൊതുജനങ്ങളുടെ ആശങ്ക സൃഷ്ടിക്കാനും പദ്ധതിയുടെ നടത്തിപ്പ് തടസ്സപ്പെടുത്തുവാനും മാത്രമേ ഉതകുകയുള്ളൂ. ഇപ്പോഴും അതേ വാദഗതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കൂട്ടർ മുന്നോട്ട് വന്നിരിക്കുന്നു. അതായത് വിഴിഞ്ഞത്തിന്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും 4ാം ഘട്ടവും വളരെ പെട്ടെന്ന് 2028 കംപ്ലീറ്റ് ചെയ്യാൻ, പൂർത്തീകരിക്കാൻ പിന്നീട് അദാനി കോർപ്പറേഷൻ തയ്യാറാണ് എന്നുള്ള അറിയിപ്പ് വന്നപ്പോൾ അതിനെതിരെ വീണ്ടും ശക്തമായ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് ആൾക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നു. എന്താണ് അവർ ഇപ്പോഴും പറയുന്നത്? പാരിസ്ഥിതിക ആഘാതം എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അവർ വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സമഗ്രവും ശാസ്ത്രീയവുമായ നടത്തിയ പാരിസ്ഥിതിക ആഘാത പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തുറമുഖ നിർമ്മാണം സമീപ പ്രദേശങ്ങളിൽ ഒരു വിധത്തിലുള്ള തീരശോഷണത്തിന് കാരണമാകില്ല എന്ന് ഒരു സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി തന്നെ കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ നേരത്തെ ഇതിനെതിരെ സമരം ചെയ്ത ആൾക്കാർ അവരുടേതായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അതിന് ഒരു സാധുതയുമില്ല, ഒരു നിയമ സാധുത അങ്ങനെ ഒരു കമ്മിറ്റിക്കില്ല. അവർക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു. അത് വലിയ കോളിളക്കം സൃഷ്ടിച്ച രീതിയിൽ പുറത്തു കൊണ്ടുവന്നെങ്കിലും അതെല്ലാം മുങ്ങിപ്പോയി. വളരെ പെട്ടെന്ന് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം നമ്മളെ വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായി തീരുക. അതെ, ശ്രീ സതീഷ് ഗോപി, അതുമാത്രമല്ല ഈ പാരിസ്ഥിതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആദ്യം മുതൽ ഈ തുറമുഖ വിരുദ്ധ സമിതി സമരം ആരംഭിച്ചതിന് ശേഷം എത്രത്തോളം ക്രമസമാധാന തകർച്ചയാണ് ഉണ്ടായത്, ഇവർക്ക് നേതൃത്വം നൽകുന്നത് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ മാധ്യമങ്ങളിലൂടെ അന്ന് കണ്ടതാണ്. അതുമാത്രമല്ല ഈ തുറമുഖ നിർമ്മാണ പ്രവൃത്തികൾക്കായി കൊണ്ടുവന്നിരുന്ന സാധന സാമഗ്രികൾ തടയുന്നതിലടക്കമാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ, അതായത് സ്ത്രീകളെയും കുട്ടികളെയും ഗർഭിണികളെയും വരെ ഈ സമരമുഖത്ത് കൊണ്ടുവന്ന് ഇതിനെ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ആത്യന്തികമായ ഒരു ലക്ഷ്യം, വളരെ ഗൂഢതന്ത്രം തന്നെയാണ് ഇവർ പയറ്റിക്കൊണ്ടിരുന്നതും ആ ദിവസങ്ങളിലൊക്കെ. അതെ, തീർച്ചയായും ഈ പറയുന്നത് 100% ശരിയാണ്. അതായത് അന്ന് ഉണ്ടായിരുന്ന സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് നിർമ്മാണം നടക്കുന്ന ആൾക്കാർക്ക്, അല്ല ആ കമ്പനിക്ക് അല്ലെങ്കിൽ അവരുടെ ജീവനക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടിയിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടിയിരുന്നു. ഇവിടെ വിഴിഞ്ഞത്ത് നിർമ്മാണ ആവശ്യത്തിനായിട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ അവർ തടഞ്ഞതുവഴി 6 മാസം അതിന്റെ നിർമ്മാണം പിന്നോട്ടടിപ്പിക്കുവാൻ ഒരു വിഭാഗത്തിന് കഴിഞ്ഞു. ഒരു കാര്യം ഓർക്കേണ്ടത്, ഒരു വർഷം ഇങ്ങനെ ഒരു തുറമുഖം, ഒരു മദർ പോർട്ട് ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട്, ഭാരതത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഭാരതത്തിന് നഷ്ടമാകുന്നത് 2400 കോടി രൂപയാണ്. ഇത് പഴയൊരു റിപ്പോർട്ടാണ്. ഒരു വർഷത്തിൽ നഷ്ടമാകുന്നത്. ഈ തുറമുഖം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 7,000 കോടി രൂപ മാത്രമേ ഇനിഷ്യൽ ഫേസിൽ ചെലവ് വന്നുള്ളൂ. നമ്മൾ ഓർക്കേണ്ടത് ഒരു വർഷം നമുക്ക് 2400 കോടി രൂപ നഷ്ടമാണ്. അപ്പോ ആ രീതിയിൽ ഇതുപോലെയുള്ള സമരങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, അതായത് പിന്നീട് നമ്മുടെ രാജ്യ പുരോഗതിക്ക് എതിരെ തുരങ്കം വയ്ക്കുന്ന സമരങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആ സമരങ്ങളെ
അടിച്ചമർത്തിയ അല്ലെങ്കിൽ അനാവശ്യ സമരങ്ങളെ അടിച്ചമർത്തി ഇതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഒരു സർക്കാരിന്റെയും പോലീസിന്റെയും ഉത്തരവാദിത്വമാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ സതീഷ് ഗോപി പ്രതികരിച്ചതിന്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്രീ സന്ദീപ് കൂടി ചേരുകയാണ്. ശ്രീ സന്ദീപ്, വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന് നാളിതുവരെയായിട്ടും യഥാർത്ഥ പ്രതികളെ പിടികൂടാനോ അല്ലെങ്കിൽ ഒരു ചാർജ് ഷീറ്റ് പോലും കൃത്യമായി തയ്യാറാക്കാനോ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. ഇതിൽ സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. ജനകീയ കൂട്ടായ്മയ്ക്ക് ഉണ്ടായിരുന്നവരുടെ വീടുകൾ പോലും ഈ തുറമുഖ വിരുദ്ധ സമിതിക്കാർ അടിച്ചു തകർക്കുന്ന ഒരു രീതി നമ്മൾ അന്ന് കണ്ടതാണ്. ഇതിൽ ചില ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള ആരോപണവും വരുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഹലോ, ശ്രീ സന്ദീപ്, കേൾക്കാൻ കഴിയുന്നുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം. അവിടെ വിഴിഞ്ഞത്ത് സമാധാനപരമായി വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകണമെന്നുള്ള രീതിയിൽ നടത്തിയ വിഴിഞ്ഞമല്ല യഥാർത്ഥത്തിൽ ഈ പോർട്ട് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം എന്നാണ് പറയുന്നതെങ്കിലും പോർട്ട് സ്ഥിതി ചെയ്യുന്ന യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തല്ല, മുല്ലൂരാണ് യഥാർത്ഥത്തിൽ ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ മുല്ലൂരത്തെ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ മത്സ്യബന്ധനത്തിനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂടുതലും ഹൈന്ദവ സമൂഹത്തിലെ ജനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ അവിടെ ജോലി നഷ്ടമാവുകയും അവരുടെ സ്ഥലങ്ങളുമൊക്കെയാണ് ഈ വികസനത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്കൊരാശങ്കയുണ്ടായിരുന്നു. ഇതിന്റെ അനിശ്ചിതത്വത്തിനെതിരായി അവർ മുന്നോട്ട് വരികയും സംഘടിതമായി അവരെല്ലാ പേരും ഒരുമിച്ച് ചേർന്ന് ജനകീയ സമരം അവിടെ ആരംഭിച്ചിരുന്നതിന് ഈ പോർട്ട് എത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാകണമെന്നുള്ള തരത്തിൽ അതിന് എതിരായി അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഈ ലത്തീൻ രൂപതയുടെ എതിരായി അവർക്കെതിരായി ഒരു സമരം അവിടെ നടത്തി. അവിടെ ആക്രമണം നടത്തി. ആ ആക്രമണം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ആ മുല്ലൂരത്തെ ജനങ്ങൾ കൂടുതലും ഹൈന്ദവ വിഭാഗത്തിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ അവരുടെ ആശങ്കകളെ കേൾക്കുവാനോ അതിനെ വകവയ്ക്കുവാനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അന്ന് ഹിന്ദു ഐക്യവേദി ആ രംഗത്തോട്ട് വരുന്നത്. സ്വാഭാവികമായും അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് നീതി ലഭ്യമായില്ല എന്ന കൃത്യമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ശ്രീമതി ശശികല ടീച്ചറും ശ്രീ വർക്കിംഗ് പ്രസിഡന്റുള്ള ശ്രീ വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ അവിടെ സ്ഥലം സന്ദർശിക്കുകയും അവരെ ആക്രമിച്ചവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനകീയമായ പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് അവിടെ ഒരു പ്രതിഷേധ മാർച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. ആ പ്രതിഷേധ മാർച്ചിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ പോലീസ് ആ അക്രമത്തിനെതിരായി നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായത്. അന്ന് രാത്രിയിലാണ് കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു പക്ഷേ കഴിഞ്ഞ മുമ്പ് കാലങ്ങളിൽ ജമ്മു കാശ്മീരിൽ കണ്ട അതേ രീതിയിലുള്ള ഒരു ആക്രമണം, പോലീസ് സ്റ്റേഷൻ പോലും അഗ്നിക്കിരയാക്കുന്ന അടിച്ചു തകർക്കുന്ന ഒരു ഭീകരാക്രമണത്തിന് പോലും കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം കേരളത്തിലെയും ഭാരതത്തിലെയും എല്ലാവരും കണ്ടതാണ്. കാരണം ഇതെല്ലാം ലൈവായി മീഡിയകളിൽ വന്നതാണ്. അതിനെതിരെ നിസ്സംഗത പാലിക്കുന്നത് ഇവിടുത്തെ പോലീസിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇതിന് നിലപാടുണ്ടാകേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ്. ഇടതുപക്ഷ സർക്കാർ എപ്പോഴും ന്യൂനപക്ഷ സമൂഹങ്ങളോട് എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു. ഇത് ഹിന്ദു ഐക്യവേദിയുടെ ആശങ്കയാണ്. കാരണം ഒരു ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന സർക്കാരുകളാണ് കേരളത്തിൽ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇലക്ഷൻ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 50-ലധികം കേസുകൾ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കേസുകൾ സർക്കാർ പിൻവലിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അക്രമികളെ സഹായിക്കുന്ന ഒരു നിലപാട് ഇവിടുത്തെ ഗവൺമെന്റ് എടുക്കുന്നുവെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇനിയും ഉയർന്നു വരും. അതിന് അടിയന്തിരമായി ഗവൺമെന്റ് പ്രത്യേകിച്ച് പോലീസ് വകുപ്പ് കൃത്യമായ നടപടികൾ എടുത്തുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള സത്വര നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയുവാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ സന്ദീപ് പ്രതികരിച്ചതിന്. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന് നാളിതുവരെയായിട്ടും പ്രതികളെ പിടികൂടാൻ തയ്യാറാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്.